തീർന്നോ? ഇല്ല, കുറച്ചുകൂടെ ഉണ്ട്. ആ, ஏண்டா அவளத்தை பத்தி பேசுனவன் நீதானே? அவ அப்ப கைய வெற்ற கவுண்டர். இனிமே பவனத்தை நினைப்பியாடா? இனிமே பவன் பேர சொல்லுவியாடா? വാ. താൻ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? അവരെല്ലാം കൂടി അവനെ തല്ലി കൊല്ലും. അതിന് സാറിനെന്താ? അവർ കൗണ്ടർ ആൾക്കാരാ, അതിനിടപെട്ട കുഴപ്പമാ. இனிமே தப்பு பண்ண மாட்டியா? அவழத்தை நினைச்ச நெஞ்ச பொழந்துரும். மாமா, இந்த பயல காப்பாத்துறதுக்கு ஒருத்த வந்தான். அவனு ஒரு கை பாத்துருவோமா? എങ്കടാ അവൻ? വേണ്ട സാറേ, കൗണ്ടർ അടുത്തേക്ക് പോകരുത്. തെറ്റ് ചെയ്തത് അവനല്ലേ. അടി അവൻ കൊള്ളട്ടെ. എടോ വേണ്ട സാറേ. തറവാട്ടിലെ കുളത്തിൽ ചാടി മറിഞ്ഞ് കുളിച്ച് ഇവിടെ ഈ കുഴലിന്റെ ചോട്ടിലിരിക്കുമ്പോ ഒരു മനപ്രയാസം ഉണ്ടാവൂലേ? ഏയ്, ഇതൊക്കെ ഒരു അനുഭവല്ലേ? അനുഭവമൊക്കെ തന്നെയാ. എന്നാലും ഇന്ന് മാരിമുത്തുവിന്റെ കൈകൊണ്ട് കിട്ടിയപ്പോൾ അനുഭവം ഇനി വേണ്ട. 30 വർഷമായിട്ട് പെരിയ കൗണ്ടർ അറിയുന്നുണ്ട് പറയാ. തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോ എണ്ണ തേച്ച് കുളിക്കാൻ തല കാണില്ല. അറിഞ്ഞും കണ്ടൊക്കെ നിന്നാ കുടിച്ച അമ്മിന്റെ പാല് വയറ്റി കിടക്കും. അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ആ മാരിമുത്ത് തല്ലുന്നതിന്റെ ഇടയ്ക്ക് പവിഴം വിളിച്ചു പറയുന്നത് കേട്ടല്ലോ. കൗണ്ടർക്ക് എന്താ രത്നത്തിന്റെ ബിസിനസ്സാ? അല്ല, ഈ പവിഴം മരതകം മാണിക്കുന്നൊക്കെ പറയുന്ന രത്നങ്ങളല്ലേ? നേരാ, കൗണ്ടറയിൽ രത്നമുണ്ട്. രത്നം എന്ന് പറഞ്ഞാൽ തനി പവിഴം, നല്ല ഒറിജിനൽ. പലരും മനസ്സിൽ വില പറഞ്ഞ് മോഹിച്ചു നോക്കിയതാടോ, ഒത്തില്ല. പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയതാ? ഏയ്, കൗണ്ടർ ഒറ്റയ്ക്ക് കുഴിച്ചെടുത്തതാ. കുഴിച്ചത് കൗണ്ടർ, രത്നം എടുത്ത് മടിയിൽ വെച്ചു കൊടുത്തത് കൗണ്ടർ. എന്ന് വെച്ചാ ഒരേ ഒരു പ്രസവം, ഒരേ ഒരു മോള്. അവളാണ് പവിഴം. കാണാൻ പറ്റുമോ? നല്ല അടി നാട്ടിൽ കിട്ടില്ലേ? ഇവിടുന്ന് തന്നെ വേണോ? വെറുതെ ഒന്ന് കാണാനാ. എന്നാ അടുത്ത വെള്ളിയാഴ്ച കൗണ്ടറുടെ വീട്ടിലൊരു ആഘോഷമുണ്ട്. അയാളുടെ ജന്മദിനം. എന്റെ തകിൽവായന കേൾക്കുകയും ചെയ്യാം, നിനക്ക് അവളെ കാണുകയും ചെയ്യാം. എന്താ?
അവൻ വരുമ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നു. അത് ഇങ്ങനെ കഴിഞ്ഞ് നമ്മുടെ ഭാഗ്യം. നീ ഇന്നലെ കൗണ്ടറെ തിരുവഴയ്ക്ക് കയറി പാടിയതും നിന്റെ കൂടെ പവിഴം ആടിയതും ഒന്നും അവന് പിടിച്ചിട്ടില്ല. ഇനി നിന്നെ വഴിയിലെങ്ങാനും വെച്ച് കുത്തുവെന്നാ എന്റെ പേടി. എന്നെ കുത്തിയാൻ വിവരം അറിയും. പി കേറ്റിയുടെ ലോറി ഞാൻ കയറ്റും. ആ കൗണ്ടറുടെ പാഴ്സൽ ഇറക്ക്. பவிழத்தின் அச்சனை வந்த பாசல டோர் டெலிவரி. எங்க தலைவருக்குன்னு ஒரு பேர் இருக்கு, அத சொல்லி கூப்பிடுறா. ஏய் மலையாளத்தா, ഇതൊന്ന് ഒപ്പിട്ട് മേടിച്ചോ. சரிங்க, ഇതെല്ലാം ഉള്ള കൊണ്ടുപോയി വെക്ക சொல்லு. അതിന് സ്പെഷ്യൽ ഹോം ഡെലിവറി ചാർജ് വേണം. തൽക്കാലം വെളിയെ നിൽക്കാനുള്ള ആശയം മാത്രം. ഉള്ള ബന്ധുള്ള ബിസിനസ് വേണ്ട. തടി കേടാക്കാൻ ആഗ്രഹമില്ല സ്വാമി. அடிமுண்டோ வரவங்கிட்ட எல்லாம் ஏமா வரவங்கிட்ட எல்லாம் இந்த ஆளு ஏன் இப்படி சண்டை போடுறாரு? அப்பா பர்த்டே அன்னைக்கு அவரு பாடினதை நீ தானே கைத்தட்டி ரசிச்ச. உள்ள கூட்டிட்டு வந்து உட்கார வச்சிருக்கலாம்ல. உங்க அப்பாவுக்கு அதெல்லாம் பிடிக்காதுமா. ஆமா, எதுக்கு எடுத்தாலும் அப்பா அப்பான்னு பயமுறுத்தி என் வாய அடைச்சிடு. என்ன இப்படி பேசுறா? എന്നെ കോവിലിന്റെ മുമ്പിൽ ഇറക്കി വിട്. എന്നിട്ട് നീ പോയി ഒരു ടീ സാപ്പിട്ട് വാ. ഇനി ഓട്ടോ ഉണ്ട്. തമിഴ് നീ നല്ലാതെ പേசுற. ഇനി ഞാനിവിടെ വിലസാൻ പോവല്ലേ അണ്ണാച്ചി. ഇതാരുടെ ഈ സ്ഥലമൊക്കെ? ഇതെല്ലാം എന്റെ കൗണ്ടറോടതുங்க. ഇയാളത് എങ്ങോട്ടാ പോകുന്നു? എടോ, താനെന്തിനാ இந்த பக்கம் திருப்பிയത്? എന്നെ കൊല്ലാൻ കൊണ്ടുപോവാ? அப்படிலாம் செய்ய மாட்டேனுங்க. ஆம்பளை பிள்ளை தானே, பயப்படாம வாங்க. വണ്ടി നിർത്തോ. എടോ അണ്ണാച്ചി, താനിത് എന്തു? சின்னமாதான் கையோட கூட்டி வர சொன்னாங்க. இதுக்கு ஒண்ணு கூலி வேணாமுங்க. തറവാട്ടുകാർ മുഴുവൻ ഗുണ്ടകളാണെന്ന് കേട്ടിട്ടുണ്ട്. മോളു എന്നെ തല്ലാറിയതാ. ഈ പണി നമുക്ക് പറ്റില്ല. വണ്ടി എടുക്കണോ? என்னங்க இந்த பார்சல் அனுப்பணும். ஆபீஸ்க்கு வரலாம்னா அப்பா கொன்னுடுவாரு. அதான் செல்லையா கிட்ட. മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് ജോലിക്ക് വന്നവനാണ് ഞാൻ. നിങ്ങളുടെ ഈ 4 അണയുടെ പാഴ്സൽ വാങ്ങി വെക്കുന്നതല്ല എന്റെ ജോലി. ഒന്നും മനസ്സിലായില്ല അല്ലേ? എങ്ങനെ മനസ്സിലാവാനാ? എന്റെ പെണ്ണെ ഇതൊക്കെ പോസ്റ്റ് ഓഫീസിലും കൊണ്ട് കൊടു. പി കേറ്റിലൊക്കെ വല്ലത് അയക്കണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ പെട്ടികൾ എന്തെങ്കിലുമൊക്കെ പോഞ്ഞുകൊണ്ടോ അപ്പ അയക്കാം. വണ്ടി എടുക്കണോ? തോട്ടത്തിൽ വെച്ച് ഞാൻ പാഴ്സൽ മേടിച്ചില്ല എന്നും പറഞ്ഞ് എന്നെ ഓഫീസിൽ കയറി ആരെങ്കിലും തല്ലാൻ വന്നാ എല്ലാത്തിനും കുടലേനെടുക്കും. വണ്ടി എടുക്കണോ? ഞാൻ ഒറ്റയ്ക്കല്ല, കരിവീട്ടി പോലത്തെ 3 എണ്ണം വേറെ ഉണ്ട്. പിന്നെ എന്റെ അച്ഛനും ഒറ്റ ഇടിച്ച കൗണ്ടറൊക്കെ പൊടിഞ്ഞ് ഉമിക്കരി പോലെ ആയി പോകും. അവളുടെ ഒരു ഉണക്ക പാഴ്സൽ. வெட்டுக்கிளி மாதிரி பட்டு பட்டுன்னு பேசுறா. அந்த ஆள் பேசுனது உனக்கு புரிஞ்சுதாடி? கொஞ்சம் கொஞ்சம் புரிஞ்சுது. எனக்கு கூட பேசணும் தோணுச்சு. அந்த ஆளை நிறுத்தினா தானே. എന്താടോ? പാഴ്സലുங்க. അത് മേശപ്പുറത്താണ് കൊണ്ടുവയ്ക്കുന്നത്. അങ്ങോട്ട് വയ്ക്ക്. എന്നിട്ട് ബുക്ക് ചെയ്യ്. ஏயா பார்சல் இவ்வளவு பெருசா இருக்க, அட்ரஸ் கொஞ்சம் பெருசா எழுதக்கூடாது? எந்த ஊருக்கு? அதான் எழுதி இருக்குல்ல, நீங்களே படிங்க. ஹரிகிருஷ்ணன் மேலப்பரம்பில், ஆண் வீடு, கேரளா.
ഇതെന്താ ഹരി ഒരുമാതിരി പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ വെട്ടി വെട്ടി അവസാനം വല്ല നിധിയും കിടക്കുമാ. നിന്റെ കത്തുകളും നീ അയച്ച പണവും കിട്ടി. പണം ഇനി നീ അയക്കണ്ട. എവിടെ പണം എന്ന് ചോദിച്ചാൽ ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞാ മതി. എന്റെ കാലിന് നീരിപ്പോ കൂടുതലാണ്. തലക്കനം കൊണ്ടാണെന്നാണ് അയാൾ പറയുന്നത്. നിന്റെ അച്ഛൻ നന്നാവില്ല. എന്റെ മോനെ, നിനക്ക് സുഖമാണോടാ? നിനക്ക് ചുറ്റും മനുഷ്യസ്നേഹമുള്ള വല്ലവരും ഉണ്ടോടാ? അതല്ല എല്ലാം നിന്റെ ചേട്ടന്മാരെ അച്ഛനെയും പോലാണോ? അടുക്കളപ്പണിക്ക് ഇപ്പോഴും ആരുമില്ല. പിടിവിട്ടു പോച്ചുങ്ക. അത് മനസ്സിലായി. പിടിവിട്ടാൽ ഏത് സാധനവും താഴേക്ക് വീഴുമെന്നേ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. തമിഴ് തെരിയാതാ? മലയാളം തെരിയുമാ? പിന്നെന്തിനാണ് ഓരോരോ കുടം വാങ്ങി ദിവസം ഇങ്ങനെ ഉരുട്ടി കളിക്കുന്നത്? പെരിയ കൗണ്ടർ പറഞ്ഞാലേ നിന്റെ ഗതി ആ പിച്ചള കുടത്തേക്കാ കഷ്ടാവും. எனக்கு உங்களை பிடிச்சிருக்கு. நான் விட மாட்டேன், கண்டிப்பா விட மாட்டேன்.